ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള തുണികളും ബാക്കി എസെൻഷ്യൽസും എല്ലാം ഇന്ന് ബാഗിലേക്ക് ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ബാഗ് കണക്കാക്കി, ഞാൻ ഒറ്റ ബാഗിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലിയൊരു ട്രോളി ബാഗാണ് ഹോസ്പിറ്റൽ ബാഗായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനൊരു 2-3 കൊല്ലം മുന്നേ വാങ്ങിച്ച ഒരു ട്രോളി ബാഗായിരുന്നു. അതിനകത്ത് നമുക്ക് സാധനങ്ങളെല്ലാം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ബാക്കി സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാക്ക് പാക്കിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി, അപ്പം മൂത്ത മോൻ്റെ കുറച്ച് ഐറ്റംസ് ടവൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിട്ടുള്ള സാധനങ്ങളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി നോക്കി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ ബാക്ക് പാക്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു ബാക്ക് പാക്കിംഗ് ആയിരിക്കും. എല്ലാ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് പറയാനായിട്ട് നമ്മൾ ആദ്യമേ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ആദ്യമേ അമ്മയ്ക്കും കുഞ്ഞിനും ബാക്കി എസെൻഷ്യൽസും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് നോക്കിയിട്ടാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചതും. അത് നോക്കി തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാഗിലേക്ക് അതാക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബാഗ് എടുത്തു. ഇത് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാഗാണ്. ഇതിൽ ഫ്രണ്ടിൽ 2 പൗച്ചുണ്ട്, പിന്നെ വലിയ ഒരു ഏരിയയും ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഞാൻ അതിനകത്തേക്ക് നമ്മുടെ സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് 3 കവർ എടുത്തിട്ടുണ്ട്. ആദ്യമേ എനിക്കുള്ള സാധനങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വെള്ള മുണ്ട് വേണം. നമുക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുമ്പോഴത്തേക്കിന് ഒരു വെള്ള മുണ്ട് കൊണ്ടുപോകാനായിട്ട് പറയും ഹോസ്പിറ്റലിൽ നിന്ന്. അതിന് വേണ്ടിയിട്ട് അലക്കി കഴുകി ഉണക്കി തേച്ചെല്ലാം വെച്ചിരിക്കുന്ന നല്ലൊരു വെള്ളമുണ്ട്. രണ്ടാമത്തേത് ഒരു മെറ്റേണിറ്റി വെയർ ആണ്, ഫീഡിങ് ടൈപ്പ് മെറ്റേണിറ്റി വെയർ ആണ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുമായിട്ട് വരുമ്പോഴത്തേക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വെയർ. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കിന് ഉപയോഗിക്കാനായിട്ട് 2 നൈറ്റി ഫ്രോക്കും പിന്നെ 2 നൈറ്റി, പിന്നെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള അണ്ടർ സ്കേർട്ടും ഇന്നേഴ്സും എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു കവറിൽ എടുത്തിട്ടുണ്ട്. അതും പിന്നെ നമുക്ക് ഒരു വൈറ്റ് തോർത്തും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ബാഗിൽ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഐറ്റംസ്. അത് നമുക്ക് ആദ്യമേ ഈ ബാഗിലേക്ക് ആക്കാം, ഒരു ബാഗിലേക്ക് ആക്കാം. സാധനങ്ങൾ നമ്മൾ എടുത്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ട്രോളി ബാഗിലേക്ക് മാറ്റാം. അടുത്തത് എനിക്കും ഈ ബൈസ്റ്റാൻഡർക്കും കൂടെ വേണ്ടിയിട്ടുള്ള 2 ബെഡ്ഷീറ്റാണ്. 2 ബെഡ്ഷീറ്റും ഇതും നമ്മൾ ഓൾറെഡി വീട്ടിലുള്ളത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഒരു ടവല്, എക്സ്ട്രാ ഒരു ടവല് നമുക്ക് തോർത്ത് കൂടാതെ എന്തെങ്കിലും വാഷ് ചെയ്തിട്ട് തുടയ്ക്കാനോ ഒക്കെ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ടവലും കൂടെ, അതുകൊണ്ട് നമുക്ക് വേറൊരു കവറിലേക്ക് മാറ്റാം. ബെഡ്ഷീറ്റുകളും ആ ടവലും കൂടെ കവറിനകത്താക്കി അതും നമ്മൾ ഇതിലേക്ക് മാറ്റുവാണ്. അടുത്തത് നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു റിസീവിങ് ടവൽ വേണം. റിസീവിങ് ടവൽ കുട്ടികളുള്ള ടൈപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഒരു ടവൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പുതിയതാണ്. ഇതിനൊരു 190 റുപ്പീസ് ആയിരുന്നു. നല്ല സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടി ടൈപ്പ് ടവലാണ്. റിസീവിങ് ടവൽ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ എടുത്തു വയ്ക്കാം. പിന്നെ 2 എക്സ്ട്രാ 2 ടർക്കി. ഇതും കുട്ടിയുള്ള ടൈപ്പ് തന്നെയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടിയുള്ള ടൈപ്പ് തന്നെ ആണ്. ഇത് പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ടവൽസ് ആണ്. അതും നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ എടുത്തു വയ്ക്കാം. അത് കൂടാതെ വേറൊരു ടവല്, അതും കുട്ടിയുള്ള ടൈപ്പ് തന്നെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. കുറച്ചുകൂടെ
റേറ്റും കുറവാണ്. നമുക്ക് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് കുഞ്ഞിന് തുടയ്ക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഈ ടവൽ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഡെലിവറി നമുക്ക് എക്സ്പെക്ട് ചെയ്ത് എടുക്കുന്നത് ജൂലൈയിലാണ്. ആ സമയത്ത് മഴയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് എടുക്കുന്ന തുണികൾ ഇച്ചിരി എക്സ്ട്രാ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനത് എക്സ്ട്രാ ഒരു ടവലും കൂടെ. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ. ഇതിന് ഒരു 40 റുപ്പീസേ ഉള്ളൂ. പിന്നെ 3 ഫേസ് ടവൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഫേസൊക്കെ ഒന്ന് തുടച്ചെടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് 3 ഫേസ് ടവൽസാണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് പെർ പീസ് ഒരു 12 റുപ്പീസേ വരത്തുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഡ്രൈ ഷീറ്റാണ്. ഇത് ഡ്രൈ ഷീറ്റ്. ഇത് ഓൺലൈനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. ഒരു പെർ പീസ് ഒരു 70 റുപ്പീസിനൊക്കെ നമുക്കിത് കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇത് ഞാൻ അന്ന് വാങ്ങിച്ചതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ 2 ഷീറ്റ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് വീട്ടിൽ വേറെ പഴയതിരിപ്പുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ജെബ്ലാസ്. ഇതും വൈറ്റ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു 35 റുപ്പീസാണ് ഒരു പീസിന് വരുന്നത്. ഇത് നമ്മൾ കഴുകി ചൂടുവെള്ളത്തിലിട്ട് അലക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് ഉണക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ജെബ്ലാസ് ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അധികം ഞാൻ എടുത്തതേ ഉള്ളൂ. കാരണം തണുപ്പായത് കാരണം കുഞ്ഞിന് എക്സ്ട്രാ ഞാൻ എടുത്തുള്ളൂ. ഇത്തരത്തിൻ്റെ ആവശ്യം വരത്തില്ല നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ. പിന്നെ വെള്ള തുണി, അത് നല്ല വെള്ള കോട്ടൺ തുണി വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡ് അടിച്ച് അതും നമുക്ക് എടുക്കണം. ഞാനൊരു 60 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിൽ കട്ട് ചെയ്ത് സൈഡെല്ലാം തുണി തയ്ച്ച് എടുക്കാനായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ. അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതും നമുക്ക് ഈ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വയ്ക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ 2 റോംബേഴ്സും മഴ ആയത് കാരണം കുഞ്ഞിന് ചൂടായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റോംബേഴ്സും പൊടിയും ഒക്കെ ഉള്ള ടൈപ്പ് തന്നെ റോംബേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാപ്സും മിറ്റൻസും ബൂട്ടീസും കൂടെ ഉള്ള സെറ്റ്. ഇതും ഒരെണ്ണത്തിന് ഒരു 100 റുപ്പീസൊക്കെയാണ്. ലോക്കലിൽ വാങ്ങിക്കുവാണെങ്കിൽ 100 റുപ്പീസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ അതിലും കുറച്ച് നമുക്ക് കിട്ടും. അങ്ങനെ ബൂട്ടീസ് അതും എടുത്ത് വെക്കുന്നുണ്ട്. അതും ഈ തണുപ്പായതുകൊണ്ടും പിന്നെ കുഞ്ഞിന് ജനിച്ചു വരുമ്പോൾ കുഞ്ഞിന് നഖമൊക്കെ ഉള്ളത് കാരണം മുഖത്തൊക്കെ പോറൽ വീഴും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ബൂട്ടീസും മിറ്റൻസും എല്ലാം കയ്യിൽ ഇട്ട് കൊടുത്താൽ സേഫ് ആയിരിക്കും. ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തുണികളുടെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു കവറിലാക്കി മാറ്റാം. അപ്പം നമ്മൾ ആ സാധനങ്ങൾ എടുത്ത് കവറിലാക്കി കുഞ്ഞിൻ്റെ തുണികളും എല്ലാം എടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഞാൻ ഹഗ്ഗീസാണ് മൂത്ത കുട്ടിക്ക് ഉപയോഗിച്ചത്. ഹഗ്ഗീസിൻ്റെ ന്യൂബോൺ സൈസ് ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാമ്പേഴ്സും സാനിറ്ററി പാഡ്സും എല്ലാം നമുക്ക് മീൻസ് ഡയപ്പേഴ്സും സാനിറ്ററി പാഡ്സും എല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് ലാഭം. അതാകുമ്പോൾ നല്ല റേറ്റ് കുറച്ച് നമുക്ക് കോംബോ ആയിട്ടാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ അങ്ങനെ ഹഗ്ഗീസിൻ്റെ 2 എണ്ണം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇത് ഹഗ്ഗീസിൻ്റെ ഒരു സെറ്റ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം സാനിറ്ററി പാഡും XXL വലിയ സൈസ് ആണല്ലോ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സാനിറ്ററി പാഡ്. ഇത്രയും ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ കാണിച്ചു. ഇത് രണ്ടും ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ബേബി വൈപ്സ്. ഇത് 98% പ്യൂർ വാട്ടർ കണ്ടന്റുള്ള ബേബി വൈപ്സ് ആണ്. ബേബി വൈപ്സും വാട്ടർ വൈപ്സ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. കുഞ്ഞിന് ആൽക്കഹോൾ കണ്ടന്റ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് പറ്റില്ലാത്ത. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാരണം ഞാനൊരു എക്സ്ട്രാ ഒരു നാപ്കിൻസിൻ്റെ ഒരു 100 പീസിൻ്റെ ഒരു സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ. പിന്നെ വേറെ അത്യാവശ്യം വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹോസ്പിറ്റൽ ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പ് മുടിയെല്ലാം പിന്നിയിട്ടിട്ട് കൊണ്ടാണ് വേണമല്ലോ ലേബർ റൂമിലേക്ക് കയറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീപ്പും ബുഷും പിന്നെ അത്യാവശ്യം വേണ്ട മോയ്സ്ചറൈസറും ക്രീമും എല്ലാം കൂടെ എടുത്തിരിക്കുന്നതാണിത്.
പിന്നെ ടോയ്ലറ്ററി ഐറ്റംസ് ആണ് ഇതിനകത്ത്. വാഷിംഗ് അലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോപ്പും പിന്നെ ടോയ്ലറ്റ് സോപ്പും പിന്നെ ഒരു ടൂത്ത് ബ്രഷും പേസ്റ്റ്, ഇത്രയും സാധനങ്ങളും പിന്നെ ഒരു ഹാൻഡ് വാഷും പിന്നെ ഒരു ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ടോയ്ലറ്ററി ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള പ്ലേറ്റും സ്പൂണും ഗ്ലാസും അതുപോലെ തന്നെ ഫ്ലാസ്ക് പിന്നെ ഒരു തൂക്കുപാത്രം. ഇത്തരം സാധനങ്ങൾ ക്യാൻറ്റീനിൽ മാത്രം മതി. എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തൂക്കുപാത്രം, ഫ്ലാസ്ക്, ഇത്രയും സാധനങ്ങളും നമുക്ക് എസെൻഷ്യലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഇപ്പം നമുക്ക് കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം അല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടതാണ്. കുറച്ച് മാസ്ക് എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് തന്നെയാണ്. കുറച്ച് മാസ്ക്, സാനിറ്റൈസർ, പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ, പിന്നെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് ഫോൺ എടുത്തുകൊണ്ട് പോകും, ഫോൺ, പിന്നെ നമ്മുടെ പേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ കുഞ്ഞ് ഹാൻഡ് ബാഗിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഫയല്, നമ്മുടെ സ്കാനിങ്ങിൻ്റെയും ബ്ലഡിൻ്റെയും ഒക്കെ റിസൾട്ടുകളുള്ള നമ്മുടെ ചെക്കപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള നമ്മുടെ ഫയല്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ഒരു ബിഗ് ഷോപ്പർ നേരത്തെ ബാഗിൽ എടുത്ത് വെച്ചിരുന്ന ബിഗ് ഷോപ്പർ, പിന്നെ 2 പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, അതും നമുക്ക് അലക്കാനുള്ള തുണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നനഞ്ഞ തുണികളോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, അതും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ. പിന്നെ ഒരു സിസേഴ്സും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചപ്പൽ, ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പേഴ്സും. ഇത്രയും സാധനങ്ങളാണ് ഈ ഹോസ്പിറ്റൽ ബാഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്. എനിക്ക് കറക്റ്റ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് പോയതിൽ കറക്റ്റ് അത്രയും സാധനങ്ങളും എനിക്കവിടെ യൂസ്ഫുള്ളായിരുന്നു. എക്സ്ട്രാ ഒന്നും വേണ്ടി വന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ബാഗ് ഇരിക്കുന്നത്.